ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ PYQ സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് 68/2022 നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ചോദ്യപേപ്പറും അതിൻ്റെ കുറച്ച് ഫാക്ട്സുമാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ കുറച്ച് SCERT അതിൻ്റെ സോഴ്സ് എവിടെ നിന്ന് ചില ക്വസ്റ്റ്യൻസ് വച്ചിട്ടുണ്ട്. അപ്പോൾ SCERT എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണെന്നും ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ സീരീസ് കണ്ടുവരുന്ന ഒരാൾക്ക് ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം SCERTക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും PYQ സീരീസ് പഠിക്കുന്നതുകൊണ്ടും നിങ്ങൾക്ക് എന്തുമാത്രം ഉപയോഗം ഉണ്ടെന്നും ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ കുറച്ച് 10 ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് എന്നാണ്. 2022 ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ഇനി വരുന്ന എക്സാമിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് പഠിക്കണം. അതായത് 2021 ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 25-26 പഠിക്കണം. ഓക്കെ, അതാണ് ഇന്ന് നോക്കുന്നത്. ഇവിടെ ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? അപ്പോൾ 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അപ്പോൾ നിലവിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരളത്തിൽ ലഭിച്ച സംഭാവനകളും കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ഒരു മാർക്ക് നേടാം. ഇവിടെ 2021 ജോർജ് ഓണക്കൂറിൻ്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ ഹൃദയരാഗങ്ങൾ എഴുതാൻ പറ്റണം. അത് ചോദിക്കാം. ഹൃദയരാഗങ്ങൾ എഴുതിയതാരെന്ന് ഇനി വേണമെങ്കിൽ ചോദിക്കാം, GK ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഹൃദയരാഗങ്ങൾ എഴുതിയതാരാണ്? ജോർജ് ഓണക്കൂറാണ്. ജോർജ് ഓണക്കൂറിൻ്റെ കൃതിയാണ് ഹൃദയരാഗങ്ങൾ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഹൃദയരാഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? അപ്പോൾ 2025 ദ്രോണാചാര്യ അവാർഡ് ആർക്കാണ് ലഭിച്ചതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എല്ലാ അവാർഡുകളും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 2021 ദ്രോണാചാര്യ അവാർഡ് കിട്ടിയത് TP ഔസേപ്പിനാണ്. അത് നമ്മൾ പഠിക്കേണ്ട. ഓക്കെ, അടുത്ത് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം ഏതാണ്? ജഡായു ആണ് അല്ലേ? ജഡായു ആണ്. ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ജഡായു ആണ്. അടുത്ത ദിവസം നോക്കിയാൽ ലോകത്തിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ദിവസം നോക്കിയേ, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി, അതായത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രി എന്നാണ് ചോദ്യം. ആൻസർ ഏതാണ്? സജി ചെറിയാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഓക്കെ, ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ 2022 ചോദ്യമാണ്. അന്നത്തെ ഉത്തരം MK സക്കീർ ആണെങ്കിൽ ഇന്നത്തെ ഉത്തരം എന്താണ്? MR ബൈജു ആണ് നിലവിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ എന്ത് ചെയ്യണം? നിലവിലെ എല്ലാ നിയമങ്ങളും 2026 ഇന്ന് വരെ നടന്ന എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് പഠിക്കുക, നിയമനങ്ങളല്ലേ. അപ്പോൾ ഒരു മാർക്ക് അവിടെ കിട്ടും. എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? ക്വസ്റ്റ്യൻ എന്താണ്? എത്ര സഹകരണ ബാങ്കുകളെ രൂപീകരിച്ചു അല്ലെങ്കിൽ യോജിപ്പിച്ച് എന്ത് ചെയ്യുന്നു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് രൂപീകരിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 13 ബാങ്കാണ്. എത്ര? 13 ബാങ്കുകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്. അടുത്ത ചോദ്യം നമുക്ക് ഒഴിവാക്കാം. 2021 അന്നബെന്നിന് പുരസ്കാരം നേടിയത് അല്ലെങ്കിൽ അന്നബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഒരു CA ക്വസ്റ്റ്യൻ ആണ്. നിലവിലെ CA ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അത് പഠിച്ചാൽ മതി. നമുക്ക് എന്തായാലും അവിടുന്ന് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കിയാൽ ഡോക്ടർ ശോശമ്മ അയ്യപ്പന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത്? പത്മ പുരസ്കാരം ഇവിടെ പോഡ്കാസ്റ്റ് ആയിട്ടും ക്ലാസ് ആയിട്ടും ഒക്കെ പോയിട്ടുണ്ട്. പഠിച്ചോ, ഒരു മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇവിടുത്തെ ഉത്തരം മറ്റുള്ളവ എന്നാണ്. ശാസ്ത്രവും എഞ്ചിനീയറിംഗും സാമൂഹിക പരിപ്രവർത്തനം വൈദ്യശാസ്ത്രം ഒന്നുമല്ല, മറ്റുള്ളവയ്ക്കാണ് എന്ത് ശോശമ്മ അയ്യപ്പന് 2022 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, നമ്മൾ 2025 പത്മശ്രീ പുരസ്കാരം ഈ ഇടയ്ക്കാണ്, അത് ഒരാഴ്ച ആയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് പഠിക്കുക, ഉറപ്പായിട്ടും ഒരു മാർക്ക് ലഭിക്കും. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ് എന്ന് ചോദിച്ചാൽ 2002 ആണ്. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2002 കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ചത്. 2002 ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? സിലിക്ക അലുമിനിയം. ഏതാണ്? സിലിക്ക അലുമിനിയം സിലിക്ക. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, D ആണ് ആൻസർ വരുന്നത്. ഇവിടെ നോക്കിയേ, വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതാണ്? ഇവിടെ SCERT പോർഷനാണ് തന്നിരിക്കുന്നത്. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും, അതായത് ഭൂവൽക്കത്തെ എന്ത് ചെയ്തിട്ട് 2 ഭാഗങ്ങളുണ്ട്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വൻകര ഭൂവൽക്കമാണ്. വൻകര ഭൂവൽക്കത്തെ നോക്കിയാൽ സിലിക്ക അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. വൻകര ഭൂവൽക്കം സിയാലാണെങ്കിൽ സമുദ്ര ഭൂവൽക്കത്തെ എന്തെന്ന് വിളിക്കുന്നു? സീമ. അല്ലെ എന്താണ്? സിലിക്കയും മഗ്നീഷ്യയും ചേർന്നതാണ് സമുദ്ര ഭൂവൽക്കം അല്ലേ.
അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കം എന്ന് വിളിക്കുന്നു. അപ്പോൾ സിയാലും സിമി. അപ്പോൾ സിയാലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൻകര ഭൂവൽക്കം. സിയാൽ ഏതൊക്കെയാണ്? സിലിക്ക, അലുമിനിയം. സിലിക്ക, അലുമിനിയം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ SCRT പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കി ഇതിൻ്റെ പോയിന്റ്സ് താഴോട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി വരുന്ന എക്സാമിന് ഉറപ്പായിട്ട് അന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയിട്ട് താഴെ അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് എന്നാണ് ചോദ്യം. അവസാദ ശിലയ്ക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ഓക്കെ, ഇത് SCRTയിലെ പോർഷനാണ്. അവസാദ ശില നോക്കി, എന്താണ് അവസാദ ശില എന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? ആ കാലാന്തരങ്ങളിൽ എന്ത് ചെയ്യുന്നു? ശിലകൾ പൊടിച്ച് അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യുന്നു? അവസാദം സംഭവിച്ചുണ്ടാകുന്ന അല്ലെങ്കിൽ പാളിയായി നിക്ഷേപിക്കപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന ശിലയാണ് അവസാദ ശില എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. ആ പറയുന്ന റോക്സിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം ചോദിക്കുന്നത്. നോക്കിയാൽ ഇവിടെ ഉദാഹരണമായിട്ട് മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും തന്നിട്ടുണ്ട്. മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും ഉദാഹരണമാണെന്ന് SCRTയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, ബസാൾട്ട്, A and C. അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. അല്ലാത്തത് ഏതെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അറിയാം മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും ആണ് എന്നറിയാം. അല്ലാത്തത് അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ബസാൾട്ട് ആണ്. ബസാൾട്ട് നോക്കിയിടാ ആഗ്നേയശിലയാണ്. ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയശിലയാണെന്ന് SCRTയിൽ പറഞ്ഞിട്ടുമുണ്ട്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ SCRT പോർഷൻ എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഉറപ്പായിട്ട് SCRT ചാപ്റ്റർ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം വെച്ചാൽ ഇതിന് ഉത്തരം ഇതിനകത്തില്ല. December 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. December 5 ആണ് ഐക്യരാഷ്ട്രസഭ ലോക മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്. ആൻസർ ഇല്ല, അതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അവിടെ താഴെ തന്നിരിക്കുന്നവയിൽ മടക്ക് പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ നോക്കിയാൽ പശ്ചിമഘട്ടം, അറ്റ്ലസ്, ആൽപ്സ്, B and C എന്നാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. നോക്കിയാൽ മടക്ക് പർവ്വതങ്ങൾ എന്താണ്? മടക്ക് പർവ്വതങ്ങൾ ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദത്തിന്റെ ബലത്തിൽ എന്ത് ചെയ്യുന്നു? മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു. അല്ലെങ്കിൽ വലനം എന്ന പ്രക്രിയയിലൂടെ മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? ശിലാപാളികൾ സമ്മർദ്ദത്തിന്റെ ബലമായിട്ട് അല്ലെങ്കിൽ മർദ്ദത്തിന്റെ ബലമായിട്ട് എന്ത് ചെയ്യുന്നു? മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നു. അത് എന്തിൻ്റെ പേരിലാണ്? വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അതിന് ഉദാഹരണം തന്നിട്ടുണ്ട് ഹിമാലയവും ആൽപ്സും. ഹിമാലയവും ആൽപ്സുമാണ് ഇവിടെ ഉദാഹരണം തന്നിരിക്കുന്നത്. ഇവിടെ നോക്കി, ഹിമാലയ ഇല്ല, പക്ഷേ ആൽപ്സ് ഉണ്ട്, കൂടാതെ അറ്റ്ലസും ഉണ്ട്. ഇത് SCRTയിൽ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ അറ്റ്ലസ് ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ എന്ത് ആൻസർ ആയിട്ട് ആൽപ്സും അറ്റ്ലസും പറയാം. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം എന്തെന്നറിയപ്പെടും? എന്തെന്നറിയപ്പെടും? മഴവെള്ള പാച്ചിൽ എന്നറിയപ്പെടും. എന്താണ്? കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മഴവെള്ള പാച്ചിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? UP ആണ്, ഉത്തർപ്രദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 ലക്ഷത്തിലധികം അല്ലെങ്കിൽ 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും 110 ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? നഗരങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? നോക്കി, ഇതും SCRT പോർഷനാണേ. നഗരപ്രദേശങ്ങൾ 1 ലക്ഷത്തിൽ താഴെ ജനസംഖ്യ, 1 ലക്ഷത്തിൽ താഴെയാണ് ജനസംഖ്യയിൽ അതിന് എന്തെന്നറിയപ്പെടും? പട്ടണം എന്നറിയപ്പെടുന്നു. 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അത് പട്ടണമാണ്. അടുത്ത് നോക്കിയാൽ 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും, അത് നേരത്തെ പറഞ്ഞു 110. 110 ആണെങ്കിൽ അതിനെന്തെന്നറിയപ്പെടും? നഗരം എന്നറിയപ്പെടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? നഗരമാണല്ലേ, നഗരമാണ്. അടുത്ത് നോക്കിയാൽ 10 ലക്ഷത്തിലധികം, ഇവിടെ 110 ആണെങ്കിൽ 10ൽ കൂടുതലാണെങ്കിൽ അതെന്താണ്? മെട്രോപൊളിറ്റൻ നഗരമാണ്. അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്നു. അതായത് 50 ലക്ഷത്തിലധികം ഉണ്ടെങ്കിൽ അതിനെന്തെന്നറിയാം? നഗര സമുച്ചയം അല്ലെങ്കിൽ മെഗാ നഗരം എന്ന് വിളിക്കാം. മെഗാ നഗരം, മെഗാ സിറ്റി എന്ന് വിളിക്കാം. ക്ലിയർ ആണ്. അപ്പോൾ 10 ലക്ഷം, 1 to 10 ലക്ഷം വരെ ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നത് നഗരം എന്ന് തന്നെയാണ്. മെഗാ നഗരം എന്താണെന്നും പട്ടണം എന്താണെന്നും മെട്രോപൊളിറ്റൻ സിറ്റി എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് നോക്കിയടാ, ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണ്? ഇതും SCRT പോയിന്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയവിടെ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളാണ് പറയുന്നത്. നമുക്ക് വേണ്ട എന്താണ്? ശരത്കാലമാണല്ലേ. ശരത്കാലം ഇവിടം തൊട്ട് ഇവിടം വരെ ആണ്, അല്ലെങ്കിൽ ഏത് മാസം മുതൽ ഏത് മാസം വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഋതുക്കളെ എത്രയായിട്ട് തിരിഞ്ഞിട്ടുണ്ട്? 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? 6ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 6ആയിട്ടാണ് അന്തരീക്ഷത്തെ അല്ലെങ്കിൽ അന്തരീക്ഷ സ്ഥിതിയിലെ ഋതുക്കളെ തിരിച്ചിട്ടുള്ളത്. 6 ഏതൊക്കെയാണ്? വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം. നമുക്കിവിടെ കൂടാതെ ശിശിരകാലം ഉണ്ട്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ശരത്കാലം എന്താണെന്നാണ്. ശരത്കാലം ഏതാണ്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. ഇവിടുത്തെ ആൻസർ ഏത് വരെ? അപ്പോൾ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 6 കാലം അത് എന്ന് തൊട്ട് എന്ന് വരെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ 1 മാർക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്ന പോയിന്റാണ്, ടോപ്പിക്കാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക, വിട്ട് കളയരുത്, 1 മാർക്ക്. അടുത്ത ചോദ്യം നോക്കിയടാ, താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ഓക്കെ, ട്രാൻസ് ഹിമാലയം ഓപ്ഷൻ നോക്കിയടാ, ലഡാക്ക്, സിവാലിക്, കാരക്കോണം, നാഗാക്കുന്നുകൾ, ലഡാക്ക്, സസ്കർ, പത്കായ്. ഓക്കെ,
ഇതും SCERTയിൽ ഒരു ബോക്സിൽ തന്നിട്ടുള്ളതാണ്. ഈ ബോക്സൊക്കെ ഉറപ്പായിട്ടും പഠിച്ചുകൊണ്ട് പോകണം. ഈ ബോക്സിൽ നോക്കിയാൽ ട്രാൻസ് ഹിമാലയം, ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മലനിരകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉൾപ്പെടുന്നത് ഏതാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇവിടെ പറയുന്നത് ഓപ്ഷൻ സി അല്ലേടാ, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന മലനിരകൾ. ഹിമാലയത്തിലാണെങ്കിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളിൽ പത്കായ്ബൂം, നാഗാ കുന്നുകൾ, ഗാസികാര, ജയന്തി കുന്നുകൾ, മീസോ കുന്നുകൾ. ഇതാണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ 1 മാർക്ക് ഉറപ്പായിട്ട് ലഭിക്കും അല്ലേ. അടുത്ത ദിവസം നോക്കാം. ഇവിടെ താഴെ പറയുന്നതിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ഏതെന്നാണ് ചോദ്യം. വില്യം മൂന്നാമനാണ്. ആരാണ്? വില്യം മൂന്നാമനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അവകാശ പത്രികയിൽ ഒപ്പുവെച്ചത് ആരാണ്? വില്യം മൂന്നാമൻ. വില്യം മൂന്നാമനാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. നേരത്തെ നമ്മൾ പറഞ്ഞു അപ്ഡേറ്റ് 2026 വരെയുള്ള പ്രധാനപ്പെട്ട നിയമനങ്ങൾ ഉറപ്പായും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. അതൊക്കെ പഠിച്ചുകൊണ്ട് പോയാൽ 1 മാർക്ക് ഷുവർ ഷോട്ടാണ്. ഓക്കെ, അപ്പം നിയമനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ഇവിടുത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോൾ നിലവിൽ ആരാണ്? നിലവിൽ വി ഹരിനായരാണ്. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചോടാ, മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, അടുത്ത് നോക്കിയടാ. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണെന്നാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ട്. കൺഫ്യൂഷൻ അടിക്കാൻ പറ്റിയ ഓപ്ഷനാണ്. ഇതിൻ്റെ ആൻസർ ഏത് വരും? എടാ 450/300 mm ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് VVIP വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? 450/300 mm ആണ് അതിനുള്ള റേഷ്യോ വരുന്നത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കിയാൽ പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ മൗലിക അവകാശം കഴിഞ്ഞ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പറഞ്ഞതാണ്. മൗലിക അവകാശങ്ങൾ ഇഴകീറി പഠിച്ചോ, 1 മാർക്ക് അതൊന്ന് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, ഒരു എക്സാമിന് ചോദിച്ചില്ലെങ്കിൽ അടുത്ത എക്സാമിന് ചോദിക്കും. അതായത് ഇപ്പോൾ ഒരു 10 എക്സാം എടുത്താൽ അതിൽ 8 മൗലിക അവകാശത്തിന് ചോദ്യം ഉണ്ടായിരിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മൗലിക അവകാശം എല്ലാ പോയിന്റും കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, മാർക്ക് ഉറപ്പാണ്. നോക്കിയാൽ ഇവിടുത്തെ ആൻസർ ഏത് വരും? അതായത് പൂർണ്ണമായും രാഷ്ട്രത്തിന് സർക്കാരിൻ്റെ പണം കൊണ്ടുണ്ടാകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത പഠനം അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 28(1) ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ്? 292, 293, 323, 351. ഇതിൻ്റെ ആൻസർ ഏതാണ്? 293 ആണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 293 ആണ്. അനുച്ഛേദങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അനുച്ഛേദം പഠിക്കണമെന്ന് നിങ്ങൾക്ക് കത്തുന്നുണ്ടല്ലോ അല്ലേ. അടുത്ത ചോദ്യം എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം എല്ലാ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻമാരെയും പഠിക്കണം എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരുന്നതിൻ്റെ ബാക്കിലുള്ള സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇനിയും വരാം. അപ്പോൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാം പഠിച്ചിരിക്കണം എന്നാണ് അതിനർത്ഥം. നോക്കിയടാ, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി. അപ്പോൾ എത്ര പേരുണ്ടോ അത്രയും പേര് അറിഞ്ഞു വയ്ക്കണം. ഓക്കെ, ഇവിടെ നോക്കിയടാ, ഇത് വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഗോപാൽ ബല്ലക് പട്നായിക് ആണ്. ബാക്കി എല്ലാവരും രംഗനാഥ മിശ്ര, ഇത് ആദ്യത്തെ ആളാണ്. പിന്നെ രാജേന്ദ്ര ബാബു, N വെങ്കടചെല്ലയ്യ, ഇതെല്ലാം എന്താണ്? വഹിച്ചിട്ടുള്ള വ്യക്തികളാണ്. ജസ്റ്റിസ് ഗോപാൽ ബല്ലക് പട്നായിക് വഹിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ്. അടുത്ത് നോക്കിയാൽ വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള വിവരാവകാശ വകുപ്പ്, അതായത് വിവരത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അത് നിരസിക്കുന്ന വകുപ്പ് ഏതെന്നാണ് ചോദ്യം. വകുപ്പ് ഏതാണ്? 8 ആണ്. പഠിച്ചോ, വിവരാവകാശ നിയമം പഠിച്ചോ, 1 മാർക്ക് കിട്ടും. വിവരാവകാശ നിയമം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഫോഴ്സ് എക്സാം എടുത്താലും എല്ലാത്തിലും എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കായിട്ടും അല്ലാതെ ആയിട്ടും ഒക്കെ എന്തുണ്ടാവും? ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആയിട്ട്, റൈറ്റ് RT ആയിട്ടും ഉണ്ടാവും. അന്ന് 1 മാർക്ക് ഷുവർ ഷോട്ടായിട്ട് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചോ, 1 മാർക്ക് കിട്ടും. അടുത്ത് നോക്കിയടാ, ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്നതാണ്? ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? അല്ലെങ്കിൽ ഏത് സമയത്ത് ഉയർന്നു വന്ന വാക്കാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ഉയർന്നു വന്ന വാക്കുകളാണ്. അടുത്ത ചോദ്യം എന്താണ്? ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തി
വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN സമ്മേളനം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? അപ്പോൾ UN അനുബന്ധ സംഘടനകളും അതുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങൾ, UN വർഷങ്ങളും കൃത്യമായി പഠിച്ചോ, 1 മാർക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? അതായത് ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ വേണ്ടി മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം എന്ന് ചോദിച്ചാൽ 1989 നവംബർ 20-നാണ്. ഓക്കെ, 1 മാർക്കാണ്. ഇനി ഇത് ആവർത്തിച്ച് ചോദിക്കാം, ഒരു മാറ്റവും ഇല്ല ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചോ, 1 മാർക്ക്. ഓക്കെ, അപ്പോൾ UN അന്താരാഷ്ട്ര സംഘടനകൾ, UN വർഷങ്ങൾ, UN-മായി ബന്ധപ്പെട്ട എല്ലാ അനുബന്ധ പ്രസ്താവനകളും ചോദ്യങ്ങളും പഠിച്ചോ, 1 മാർക്ക് അതൊന്ന് ഉറപ്പായിട്ടും കിട്ടും. അടുത്ത് നോക്കിയടാ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പം മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ നമ്മൾ വിവരാവകാശ കമ്മീഷൻ പഠിച്ചു, മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു, മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ പഠിച്ചു. അപ്പം കമ്മീഷനുകൾ എല്ലാം പഠിച്ചു വെച്ചാൽ എന്ത് കിട്ടും? മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഒരു എക്സാമിനാണ് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തുമാത്രം പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് നമുക്കതിനെ മാറ്റിയെടുത്ത് പഠിച്ചാൽ മാർക്ക് കിട്ടും. ഈ ഒരു ഹോട്ട് ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ ഒരു പരീക്ഷയ്ക്ക് മിനിമം ഒരു 50 മാർക്ക് കിട്ടും. ഹോട്ട് ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ 50 to 60 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഓക്കെ, അപ്പോൾ GK ടോപ്പിക്കിൽ നിന്ന് 50 to 60 മാർക്ക് മേടിക്കാൻ ഇതേപോലെ ഒരു PVQ ഒരു 100 PVQ എടുക്കുക. അതൊന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്ക് ഏതാണെന്ന് മനസ്സിലാക്കുക. അത് കൃത്യമായിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് 1 മാർക്കും പുറത്തു വരരുത്, അതൊന്ന് മൈനസ് വാങ്ങരുത് എന്നുള്ള രീതിയിൽ ആ ഹോട്ട് ടോപ്പിക്ക് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ 50 to 60 മാർക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള അല്ലെങ്കിൽ 40% അല്ലെങ്കിൽ 40% അല്ലെങ്കിൽ 50% എങ്ങനെയാണ്? സിലബസ് കംപ്ലീറ്റ് ആക്കിയാൽ ആ മാർക്കും നമുക്ക് ലഭിക്കാവുന്നതാണ്. ഓക്കെ, ഇതൊന്നും കഴിയാവുന്നതല്ല, കഴിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തുടർന്ന് പഠിച്ചു പോയാൽ റാങ്ക് ഉറപ്പിക്കാം, മുന്നിലെത്താം. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏതെന്നാണ് ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, 1985-ലാണ് INC രൂപീകരിക്കുന്നത് അല്ലേ? അടുത്ത് നോക്കിയടാ, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് എന്നാണ് ചോദ്യം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ, ഇത് എന്താണ്? SCERT ഫാക്റ്റ് ആണ്. ഓക്കെ, ഈ ബാക്കി പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും SCERT ഇല്ലെന്നല്ല, അതിനും SCERT ഫാക്റ്റ് ഉണ്ട്. പ്രധാനപ്പെട്ടത് മാത്രം എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. നോക്കിയടാ, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഇടപെട്ട ചില പ്രാദേശിക സമരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഏതാണ്? 1917 നടന്ന ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം ബീഹാറിൽ വെച്ച് നടന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏത് വരും? ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, അത് അടുത്ത വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? കഴിഞ്ഞ സീരീസിൽ ഞാൻ പറഞ്ഞു 1929 INC സെക്ഷൻ കൃത്യമായിട്ട് പഠിച്ചോ, ആ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോയിന്റും കൃത്യമായിട്ട് പഠിച്ചോ, ഉറപ്പായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുമെന്ന് ചോദിച്ചു. ഈ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്, 1929 ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞ സീരീസ് കണ്ടവർക്ക് മനസ്സിലാവും ഈ സമ്മേളനത്തിന് അല്ലെങ്കിൽ ഈ INC സെക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റിനും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നല്ല വൃത്തിക്ക് പഠിച്ചുകൊണ്ട് പോകുക, മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അടുത്ത് നോക്കിയടാ, തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. ഈ വർഷം ചോദിച്ചിട്ടുണ്ട് PVQ ആയിട്ട്, എത്രയോ വട്ടം ചോദിച്ചിട്ടുണ്ട്. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന പുനഃസംഘടനാ മിഷൻ രൂപീകരിച്ചു. ഫസൽ അലി ആയിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. HN കുൻസ്രു, മലയാളിയായ KM പണിക്കർ എന്നിവരായിരുന്നു മറ്റ് അംഗങ്ങൾ. ചോദ്യം എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്നാണ് പറഞ്ഞത്? ഫസൽ അലി കമ്മീഷൻ എന്നറിയപ്പെടുന്നില്ലേ? അപ്പോൾ ഫസൽ അലിയാണ് അധ്യക്ഷൻ. HN കുൻസ്രുവും നമ്മളെ KM പണിക്കരൊക്കെ മറ്റ് അംഗങ്ങളായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? അടുത്ത ചോദ്യം നോക്കിയടാ, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയ്. കഴിഞ്ഞ SCERT സീരീസിലെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം എല്ലാ പോയിന്റും പഠിച്ചു വയ്ക്കൂ, ഉറപ്പായിട്ട് ഉപകാരപ്പെടും. ഓക്കെ, ഒരു റിഗ്രറ്റ് അടിക്കേണ്ട അവസ്ഥ വരില്ല.
1857 കലാപം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 1857 വിപ്ലവം. എല്ലാ പോയിന്റും പഠിച്ചോ, ഒരു മാർക്ക് ഷുവർ ഷോട്ടാണ്, എല്ലാ ക്വസ്റ്റിനും കാണും. ഓക്കെ, ഇവിടെ 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം കൊടുത്ത സ്ഥലം ഏതായിരുന്നു? ഇത് 6ാം ക്ലാസ്സാണ്. 6ാം ക്ലാസ്സിലെ ടോപ്പിക്കിലാണെന്നാണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഓക്കെ, 10ാം ക്ലാസ്സിലോട്ട് വന്നാൽ കുറച്ചുകൂടെ വലിയ, അതായത് ബാക്കി എല്ലാ സ്ഥലങ്ങളും അവിടെ നേതൃത്വം കൊടുത്തവരെയും പട്ടിക നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് പഠിക്കേണ്ടത്, ഇതല്ല. ഓക്കെ, അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം കൊടുത്തത്? നാനാ സാഹിബും താന്തിയ തോപ്പിയും കാൺപൂരാണ് നേതൃത്വം കൊടുത്തത്. ആൻസർ ബി ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? നേരത്തെ പറഞ്ഞ 1857 വിപ്ലവം ബന്ധപ്പെട്ട് ഝാൻസി റാണി ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഉള്ള കണ്ടന്റ് ആണിത്. എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്താണ്? ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് പേര്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്ക് ഝാൻസി റാണിയിലെ മനു ഭായ് കൃത്യമായിട്ട് പഠിച്ചോ, മാർക്ക് ഉറപ്പിക്കാം. അടുത്ത ചോദ്യം എന്താണ്? സാന്താൽ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? സാന്താൽ കലാപം, ആദ്യകാല കലാപങ്ങളിൽ സാന്താൽ കലാപം നടന്നത് എവിടെയാണ്? രാജ്മഹൽ കുന്നുകൾ. എവിടെയാണ്? രാജ്മഹൽ കുന്നുകളിലാണ് സാന്താൽ കലാപം നടന്നത്. അടുത്ത ചോദ്യം എന്താണ്? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ബംഗാളി, വന്ദേമാതരം, ന്യൂ ഇന്ത്യ, മറാത്ത. ഇവിടെ നോക്കിയേ, ഇത് SCERT കണ്ടന്റാണ്. ഈ പട്ടിക പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഈ പട്ടിക മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മിക്ക ക്വസ്റ്റിനും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പത്രങ്ങളുടെ സ്ഥാപകർ. നോക്കിയാൽ ഇവിടെ ബാലഗംഗാധര തിലകനാണ് ചോദിച്ചിരിക്കുന്നത്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ചതാണ് കേസരി മറാത്ത. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രമാണ്. ഇവിടെ നോക്കിയേ, ആരംഭിച്ച പത്രം ഏതാണ്? കേസരി മറാത്ത. ഓപ്ഷൻ ഡി ആൻസർ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിൽ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം. ഇത് SCERT ആണ്, SCERT ടോപ്പിക്കാണ്. നോക്കി, ഏതാണ്? ബൊക്കാറോ എവിടെയാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ മിൽ ബൊക്കാറോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ്. ഇവിടെ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. റഷ്യയുടെ സഹായം 1964. അപ്പം സോവിയറ്റ് യൂണിയൻ. ഓപ്ഷൻ സി ആൻസർ. SCERT കണ്ടല്ലേ. അടുത്ത ചോദ്യം നോക്കിയാൽ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാടാണ്. ചൂടത്തിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി, ഭവാനി, പാമ്പാർ. ഇതിൽ ഏതാണ് ഇവിടെ ഉള്ളത്? കബനിയാണ്. അവിടെ കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നതാണ് ചിങ്ങ 1. ശാസ്താംകോട്ട കായൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശാസ്താംകോട്ട കായൽ കൊല്ലത്താണ്. ചുവടെ തന്നിരിക്കുന്ന രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരമാണ്. അത് KM ബീനാമോളാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡൊക്കെ കൃത്യമായിട്ട് പഠിച്ചോളേ. ഓക്കെ, നേരത്തെയും പറഞ്ഞു ദ്രോണാചാര്യ അവാർഡ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ, ഇത്രയും പോയിന്റുകളുടെ സിമ്പിൾ ടോപ്പിക്കാണ്. പെട്ടെന്ന് പഠിച്ചു പോയാൽ സൈലന്റ് വാലിയൊക്കെ ദേശീയോദ്യാനങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. മാർക്ക് അത് എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കും. ഒരു LGS ലെവലിൽ, ഒരു 10ാം ക്ലാസ് ലെവലാണ്, അല്ലെങ്കിൽ +2 ലെവലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിനൊക്കെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാകും. അടുത്ത ചോദ്യം നോക്കിയാൽ, ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആദ്യത്തെ ഏതാണ്? പള്ളിവാസലാണ്. ഇവിടെ കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? 3, 5, 4, 2. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? 4 വിമാനത്താവളങ്ങളാണുള്ളത്. 4 എണ്ണമാണ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. നേരത്തെ വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ഓക്കെ, നിലവിൽ നോക്കിയാൽ കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ഥലം ഏതാണ്? തൃശ്ശൂരാണ് ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നോക്കിയാൽ, എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം രചിച്ചതാരാണ്? ആരാണ്? എൻ്റെ കുമ്പളങ്ങി എന്നത് എഴുതിയത് പ്രൊഫസർ KV തോമസ് ആണ് എൻ്റെ കുമ്പളങ്ങി എന്ന നോവൽ എഴുതിയത്. ഓക്കെ, ഇതൊക്കെ മാറ്റി വെച്ച് പഠിച്ചു. ഉറപ്പായിട്ട് ഇനി വരുന്ന എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും, ഉറപ്പ്. കിറ്റ് ഇന്ത്യ സമരം നിങ്ങൾക്ക് ഒരു ടാസ്ക് വരെയാണ്. കിറ്റ് ഇന്ത്യ സമരം നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. അടുത്ത ഇനി വരാൻ പോകുന്ന എല്ലാ PVQ സീരീസിനും കിറ്റ് ഇന്ത്യ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് എൻ്റെ ഉറപ്പ്. അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത് ആൻസർ കമൻ്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബേഴ്സ് ആണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം. കൊച്ചി തിരുവിതാംകൂർ സമ്മേളനം, ഐക്യകേരള പ്രസ്ഥാനം ഉറപ്പായിട്ടും പഠിച്ചോ, മാർക്ക് ഉറപ്പിക്കണം. ഇതൊക്കെ ഹോട്ട് ടോപ്പിക്കിൽ വരുന്നതാണ്. 1949 തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത്. 1949. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 3ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അധ്യക്ഷനായ ഒരേ ഒരു മലയാളി ആരാണ്? നോക്കിയടാ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അധ്യക്ഷനായ ഒരേ ഒരു മലയാളി C ശങ്കരൻ നായരാണ്. SCERT പോയിന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അധ്യക്ഷനായ ആദ്യ മലയാളി 1897 അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം അധ്യക്ഷനായത്. ഇത് എത്ര വട്ടം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? 1897. ഓക്കെ, അതുകൊണ്ട് തന്നെ SCERT അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ഹോട്ട് ടോപ്പിക്ക് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. PVQ പഠിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ചെയ്തവരും C ശങ്കരൻ നായർ, ഓപ്ഷൻ A വരും. C കേശവൻ എന്ന് അടിച്ചു വെക്കരുത്. C ശങ്കരൻ നായർ കൃത്യമായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കി മാത്രം ആൻസർ ചെയ്യുക. മൈനസ് മാർക്ക് പോയാൽ റാങ്ക് താഴോട്ട് പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമി, മന്നത്ത് പത്മനാഭൻ. ഇത് നോക്കി, SCERT ടേബിളാണ്.
ഇത് പഠിച്ചാൽ കിട്ടും 1 മാർക്ക്, ഉറപ്പിക്കാം. ഓക്കെ, നോക്കിയിട്ട് ആത്മവിദ്യാസംഗമം. ആത്മവിദ്യാസംഘം രൂപീകരിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഒറ്റ ടേബിള്. അടുത്ത ചോദ്യം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആര്? ശ്രീനാരായണ ഗുരു, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ. ഇവിടെ നോക്കിയേ, ഇവിടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും സോദരത്തിനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അരുവിപ്പുറ ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. ഓക്കെ, ഇത് പ്രീവിയസ് ആണ്. അടുത്ത് നോക്കിയടാ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തം എന്ന് ഉദ്ബോധിപ്പിച്ചത് ആര്? ഒരു വാക്ക് പോലും മാറ്റാതെ ചോദിച്ചിട്ടുണ്ടല്ലേ. ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ വരും. ഓക്കെ, അപ്പോൾ ഇതും SCRT പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുമാത്രം പോയിന്റ്സ് SCRT ചോദിക്കുന്നുണ്ട്. SCRT എല്ലാ ചാപ്റ്ററും പഠിച്ചു, അത് മാത്രം പഠിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 70 to 80 മാർക്ക് ലഭിക്കും. ഓക്കെ, ഇവിടെ വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനാണെന്ന് പ്രഖ്യാപനം നടത്തിയതാണ്. ആലുവയിൽ സർവ്വമത സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞാണ്. ഇതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് പിള്ളേരെ, പഠിച്ചോ. ഇവിടെ ചുവടെ തന്നിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ആത്മോപദേശ ശതകം, ആത്മവിദ്യാകാഹളം, ദൈവശതകം, പ്രാചീന മലയാളം. ഇതിൽ ചട്ടമ്പി സ്വാമി രചിച്ചത് പ്രാചീന മലയാളം. പഠിച്ചോ, ചട്ടമ്പി സ്വാമി എല്ലാ പോയിന്റും പഠിച്ചോ, മാർക്ക് കിട്ടും. എടാ, ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? എടാ, ക്ഷേത്രപ്രവേശന വിളംബരം പഠിച്ചോ, മാർക്ക് കിട്ടും. എടാ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? നേരത്തെ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചു. അതേപോലെ നവോത്ഥാനത്തിൽ അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാര്? ആരാണ്? കുമാരഗുരുദേവൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് KP കറുപ്പൻ, C കേശവൻ. നേരത്തെ തന്ന സെയിം ടേബിളാണ്, ടേബിൾ മാറ്റിയിട്ടില്ല, സെയിം ടേബിൾ. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയില്ലേ, അതാടക്കുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, കുമാരഗുരുദേവൻ. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? കുമാരഗുരുദേവൻ എ ആൻസർ ആയിട്ട് വരും. ഒറ്റ ടേബിളിൽ നിന്ന് 2 മാർക്ക്. 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 1000 പേരെ ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ 200 റാങ്ക് ബാക്കിലോട്ട് പോകും. ഒറ്റ ടേബിൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എടാ, VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാടകമാണ്, നമുക്കറിയാം, കൊച്ചിലേ പഠിക്കുന്നതാണ്. നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുത്ത് നോക്കിയടാ, ഇവിടെ ചുടത്തെന്തിരിക്കുന്നതിൽ C കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏത്? C കേശവനാണ്. C കേശവൻ ഏതാണ്? 1935 നടന്ന കോഴഞ്ചേരി പ്രസംഗമാണ് എന്താണ്? C കേശവനുമായി ബന്ധപ്പെട്ട വിവാദ പ്രസംഗം. ഓക്കെ, അടുത്ത് നോക്കിയടാ, മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? വാരിയെല്ല് എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കി എടാ, വാരിയെല്ല് SCRT കണ്ടതാണ്. വാരിയെല്ലിൻ്റെ സ്ഥാനം എവിടെയാണ്? നോക്കിയടാ, മനുഷ്യ ശരീരത്തിൽ 12 ജോഡി വാരിയെല്ലുകളാണ് ഉള്ളത്. 12 ജോഡി എന്ന് പറയുമ്പോൾ എത്ര എണ്ണം? 24 എണ്ണമാണ് മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം. അടുത്ത ചോദ്യം നോക്കിയടാ, മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? അത് കരളാണോ വൃക്കയാണോ? കരളാണ്. അടുത്ത് നോക്കിയടാ, ഇവിടെ കാൽസ്യത്തിൻ്റെ പര്യാപ്തത ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? ഏതാണ്? രക്തം കട്ട പിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, കൂടാതെ മേൽപ്പറഞ്ഞവയെല്ലാം. ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? കാൽസ്യത്തിൻ്റെ അപര്യാപ്തത ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ 3, അതായത് രക്തം കട്ട പിടിക്കും, പേശി പ്രവർത്തനം, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, ഇതിനെല്ലാം ബാധിക്കും കാൽസ്യത്തിൻ്റെ അപര്യാപ്തത. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് നോക്കിയടാ, മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഹീമോഗ്ലോബിനുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന. രക്തത്തിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവ സംവഹിക്കാൻ സഹായിക്കുന്നു, പ്ലാസ്മയിൽ കാണപ്പെടുന്നു, മാംസ്യവും ഇരുമ്പും അടങ്ങിയിരിക്കുന്നു, ചുവന്ന രക്താണുവിൽ കാണപ്പെടുന്നു. ഇതെല്ലാം എന്താണ്? യോജിക്കുന്ന പ്രസ്താവനയാണ്. യോജിക്കാത്ത എന്താണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവന. ആൻസർ ബി ആണ്. ക്ലിയർ ആണേ. അടുത്ത ചോദ്യം നോക്കിയടാ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? എടാ, വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്നത് അന്ധരാണ്. അടുത്ത് നോക്കിയേ, വൈറ്റ് കെയിൻ, ടോക്കിംഗ് വാച്ച് ഉപയോഗിക്കുന്നത് മുടന്തരാണ്. അടുത്ത് നോക്കിയടാ, ടാക്ട്രൈൽ വാച്ച്, ബ്രെയിൻ ലിപി ഉപയോഗിക്കുന്നത് ബധിരരാണ്. ടാക്ട്രൈൽ വാച്ച്, ബ്രെയിൻ ലിപി ഉപയോഗിക്കുന്നത് അന്ധരാണ്. അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? എടാ, വൈറ്റ് കെയിനും ടോക്കിംഗ് വാച്ച് ഉപയോഗിക്കുന്നത് അന്ധരാണ് അല്ലേ? ടാക്ട്രൈൽ വാച്ചും ബ്രെയിൻ ലിപി ഉപയോഗിക്കുന്നതും അന്ധരാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1ഉം 4ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ, താഴെ തന്നിരിക്കുന്നതിൽ വെണ്ടയുടെ ഇനം ഏതാണ്? വെണ്ടയുടെ ഇനം ഏതാണ്? വെണ്ട അനാമികയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? വിളകളും അവയുടെ സങ്കര ഇനങ്ങളും ഏതൊക്കെയാണ്? ആ വിളകൾ, അവയുടെ സങ്കര ഇനങ്ങൾ എല്ലാം, അതായത് ഉജ്ജ്വല, നീലിമ, മുക്തി, ഇതെല്ലാം അവിടെ സങ്കര ഇനങ്ങളാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചോ. ഓരോ വിളയ്ക്കും കുറഞ്ഞൊരു 5-6 സങ്കര ഇനങ്ങളായിരിക്കും ഉള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ടത് SCRT 7-8 ആണെന്ന് തോന്നുന്നു, ഏതാണെന്ന് ഓർമ്മയില്ല.
ഏതൊരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക, ഉറപ്പായിട്ടും മാർക്ക് ലഭിക്കും. അപ്പോൾ വിളകളും അവയുടെ സങ്കര ഇനങ്ങളും പഠിച്ചോ, മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത് നോക്കിയടാ, അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം ഏതാണ്? ഉറവിടം ഏതാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് അല്ലേ കാർബൺ ഓക്സൈഡ് വരുന്നത്. ഏതാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്ഥലത്താണ് കണ്ടൽ കാടുകളിൽ കടുവകൾ കാണപ്പെടുന്നത്? കണ്ടൽ വനങ്ങളിൽ കാണപ്പെടുന്ന കടുവകൾ എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? ഇവിടെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, നാഗാലാൻഡ്, പഞ്ചാബ്. കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്നത് എവിടെയായിരിക്കും? പശ്ചിമ ബംഗാളിലായിരിക്കും അല്ലേ എവിടെങ്ങളിൽ? ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? പശ്ചിമ ബംഗാളാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇവിടെ വിഘാടകർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതിനെ കണ്ടെത്തുക. വിഘാടകർ ഏതാണ്? തവള, താമര, ഞണ്ട്. ഏതാണ്? ബാക്ടീരിയ ആണ് അല്ലേ. അടുത്ത് നോക്കിയാൽ ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലേ. അടുത്ത ദിവസം നോക്കിയടാ, ഒരേ അറ്റോമിക നമ്പരും വ്യത്യസ്ത മാസ് നമ്പരും ഉള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ പറയുന്ന പേര് എന്തെന്നാണ്? നോക്കിയടാ, SCRT അതേ ടോപ്പിക്കാണ്. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഐസോടോപ്പുകളാണ്. ഓക്കെ, അടുത്ത നോക്കിയാൽ ഐസോബാറും ഐസോട്ടോണും എന്താണെന്ന് കൃത്യമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ഐസോടോപ്പ്, ഐസോമർ, ഐസോബാർ, ഐസോട്ടോണ്. ഓക്കെ, ഉറപ്പായിട്ടും പ്രീവിയസ് ആയിട്ട് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ മുന്നേ നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ടോപ്പിക് കൃത്യമായിട്ട് പഠിച്ചോ, മാർക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പ്. ഇവിടെ ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനികത്തെ മോഡേൺ എന്ന് പഠിച്ചോ, മോഡേൺ. അപ്പോൾ പഠിക്കുക എളുപ്പമാണ്. മോഡേൺ എന്ന് പഠിച്ചാൽ മോസ്ലി ആ അക്ഷരപ്രാസം വച്ച് പഠിച്ചു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മോഡേൺ പീരിയോഡിക് നിയമം അല്ലെങ്കിൽ മോഡേൺ പീരിയഡ് ടേബിൾ ആവിഷ്കരിച്ചത് മോസ്ലിയാണ്. ഓക്കെ, അടുത്ത് നോക്കിയിട്ട് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അയണിൻ്റെ അയിര് ഏതാണ്? അപ്പോൾ അയിരും ധാതുക്കളും കൃത്യമായിട്ട് പഠിച്ചോ. അയണിൻ്റെ അയിര് ഹേമറ്റൈറ്റ് ആണ്. അയിരും ധാതുക്കളും. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചോ, മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം, ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? നൈലോൺ ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം നൈലോൺ ആണ്. എടാ, ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ 60 ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? എടാ, പതനകോണും പ്രതിപതന കോണും എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ പതനകോൺ 60 ആണെങ്കിൽ പ്രതിപതന കോണും 60 തന്നെയാണ്. അടുത്ത് നോക്കിയടാ, മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? പ്രതലബലമാണ് അല്ലേ, പ്രതലബലമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇവിടെ ശബ്ദവും ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ശൂന്യത, വായു, വെള്ളത്തിൽ, ഖരവസ്തുക്കൾ. ശബ്ദം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. ഇവിടെ ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? അത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ്? ജലത്തിൻ്റെ സാന്ദ്രത എപ്പോഴും കൂടുതൽ ഏതാണ്? 4 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ്. അടുത്ത് നോക്കിയാൽ മാസ് പകുതിയായും പ്രവേഗം ഇരട്ടിക്കുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം എപ്പോഴും ഇരട്ടിയാകും. SCRT അതേ പോയിന്റാണ്. എന്താണ്? മാസ് പകുതിയാകുകയും പ്രവേഗം ഇരട്ടിയാകുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 80 ക്വസ്റ്റ്യൻസ്, അതിൽ ചില ക്വസ്റ്റ്യൻസിൻ്റെ SCRT ഫാക്റ്റും ചർച്ച ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? SCRT ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 60-70 മാർക്ക് സുഖമായിട്ട് നേടാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ SCRT സീരീസിൻ്റെ, അപ്പോൾ ഈ PYQ സീരീസിൻ്റെ ഉപയോഗം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, PYQ മാക്സിമം ട്രൈ ചെയ്താൽ അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് അടിക്കാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക, സ്കിപ്പ് ആവാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. താങ്ക് യു.